മുള്ളൂർക്കരയിൽ ഓടിക്കൊണ്ടിരുന്ന ഗുഡ്സ് ട്രെയിനിന്റെ ബോഗികൾ വേർപെട്ടു. ട്രെയിൻ ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു. കുന്നംകുളം ചൊവ്വന്നൂർ പുതുശ്ശേരിയിൽ വീടും ഓട്ടോറിക്ഷയും 3 അംഗ സംഘം അടിച്ചു തകർത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാൾ കസ്റ്റഡിയിലായതായി സൂചന. എരുമപ്പെട്ടി ചിറ്റണ്ട പൂങ്ങോട് വളവിന് സമീപം നിയന്ത്രണം വിട്ട കാർ തോട്ടിലേക്ക് മറിഞ്ഞു. കാർ യാത്രികർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കൊടുങ്ങല്ലൂർ ആശ്രയം അഗതി മന്ദിരത്തിലെ കുടിവെള്ള കണക്ഷൻ വാട്ടർ അതോറിറ്റി മുന്നറിയിപ്പില്ലാതെ വിച്ഛേദിച്ചു. ബില്ലോ മുൻകൂർ നോട്ടീസോ നൽകാതെയാണ് വാട്ടർ അതോറിറ്റി കണക്ഷൻ വിച്ഛേദിച്ചതെന്ന് ആക്ഷേപം. പ്രതിഫലം പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന സേവനങ്ങളാണ് സഭയുടെ മുഖമുദ്രയെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. കുടുംബങ്ങൾ ഇന്ന് വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിടുന്നതായും മാർ റാഫേൽ തട്ടിൽ. നമസ്കാരം. വാർത്തകൾ വിശദമായി. മുള്ളൂർക്കര ആറ്റൂർ മനപ്പടിക്ക് സമീപം ഓടിക്കൊണ്ടിരുന്ന ഗുഡ്സ് ട്രെയിനിന്റെ ബോഗികൾ വേർപെട്ടു. ചൊവ്വാഴ്ച പുലർച്ചെ 5:45 അപകടം. ലോക്കോ പൈലറ്റിന്റെ അടിയന്തര ഇടപെടലിനെ തുടർന്ന് വൻ അപകടം ഒഴിവായി. ലോക്കോ പൈലറ്റും ഗാർഡും ചേർന്ന് വേർപെട്ട ബോഗികൾ ശരിയാക്കി. 1 മണിക്കൂറിലേറെ തീവണ്ടി ഗതാഗതം തടസ്സപ്പെട്ടു. ഈ സമയം മുള്ളൂർക്കര റെയിൽവേ ഗേറ്റ് അടച്ചിട്ടതിനാൽ റോഡ് ഗതാഗതവും തടസ്സപ്പെട്ടു. കുന്നംകുളം ചൊവ്വന്നൂർ പുതുശ്ശേരിയിൽ വീടും ഓട്ടോറിക്ഷയും അടിച്ചു തകർത്തു. ചൊവ്വന്നൂർ പുതുശ്ശേരി കുറുനെല്ലിപ്പറമ്പ് സ്വദേശി തട്ടാൻവളപ്പിൽ വീട്ടിൽ മോഹനന്റെ വീടും വീടിന് സമീപത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയുമാണ് 3 അംഗ സംഘം അടിച്ചു തകർത്തത്. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം. മോഹനനും കുടുംബവും ബന്ധുവീട്ടിലേക്ക് പോയ സമയത്താണ് ഇവർ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലേക്ക് അജ്ഞാത സംഘം അതിക്രമിച്ച് കയറി വീടിന്റെ ജനലിന്റെ ചില്ലുകളും വീടിന് സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷയും അടിച്ചു തകർത്തത്. സംഭവത്തിൽ അയൽവാസികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് വീട്ടുകാർ എത്തിയപ്പോഴാണ് വാഹനവും വീടും അടിച്ചു തകർത്ത നിലയിൽ കണ്ടത്. കുന്നംകുളം പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു. സംഭവത്തിൽ അക്രമികളിൽ ഒരാൾ കസ്റ്റഡിയിലായതാണ് സൂചന. എരുമപ്പെട്ടി ചിറ്റണ്ട പൂങ്ങോട് വളവിന് സമീപം നിയന്ത്രണം വിട്ട കാർ തോട്ടിലേക്ക് മറിഞ്ഞു. കാർ യാത്രികർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വയനാട് നിന്നും ആലപ്പുഴയിലേക്ക് പോവുകയായിരുന്ന കുടുംബം സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. വളവ് തിരിഞ്ഞു വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് പാതയോരത്തെ നിറയെ വെള്ളമുള്ള തോട്ടിലേക്ക് മറിയുകയായിരുന്നു. ക്രെയിൻ എത്തിച്ചാണ് നാട്ടുകാരുടെ സഹായത്തോടെ വാഹനം തോടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഉയർത്തിയത്. കൊടുങ്ങല്ലൂർ ആശ്രയം അഗതി മന്ദിരത്തിലെ കുടിവെള്ള കണക്ഷൻ വാട്ടർ അതോറിറ്റി മുന്നറിയിപ്പില്ലാതെ വിച്ഛേദിച്ചു. പടിഞ്ഞാറേ നടയിലെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന അഗതി മന്ദിരത്തിലെ കുടിവെള്ള കണക്ഷന് ബില്ല് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ലഭിക്കാറില്ലെന്ന് അഗതി മന്ദിരം നടത്തിപ്പുകാർ പറയുന്നു. പലതവണ വാട്ടർ അതോറിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ടുവെങ്കിലും ഫലമുണ്ടായില്ല. തിങ്കളാഴ്ച വൈകിട്ട് മുന്നറിയിപ്പില്ലാതെ എത്തിയ ഉദ്യോഗസ്ഥർ വാട്ടർ കണക്ഷൻ വിച്ഛേദിക്കുകയായിരുന്നു. ബില്ലോ മുൻകൂർ നോട്ടീസോ നൽകാതെയാണ് വാട്ടർ അതോറിറ്റി കുടിവെള്ള കണക്ഷൻ വിച്ഛേദിച്ചതെന്ന് അഗതി മന്ദിരം കെയർടേക്കർ ശൂന്യ പറഞ്ഞു. 15 സ്ത്രീകൾ ഉൾപ്പെടെ 25 അന്തേവാസികളുള്ള ആശ്രയം അഗതി മന്ദിരത്തിലെ ഏക ശുദ്ധജല സ്രോതസ്സാണ് വാട്ടർ അതോറിറ്റി അധികൃതർ തടഞ്ഞത്. കുടിവെള്ളം കോർപ്പറേഷൻ്റെ വെള്ളമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇന്നലെ പെട്ടെന്ന് അവർ വന്നിട്ട് 14,000 രൂപ അടയ്ക്കണം എന്നിട്ട് പെട്ടെന്ന് ഒരു മുന്നറിയിപ്പില്ലാതെ വന്ന് അത് വെള്ളം കട്ട് ചെയ്ത് കൊണ്ടുപോവാണ് ചെയ്തത്. 10-30 പേരടങ്ങുന്ന 4 കാലുകളുണ്ട്, നടക്കാൻ പറ്റാത്തവർ, മനോരോഗമുള്ളവർ, പ്രായാധിക്യം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് ഇവിടെയുള്ള എല്ലാ അച്ഛനമ്മമാരും. അത് പോലീസും സാമൂഹ്യ മോപ്പിന്നും MLA ഒക്കെ കൊണ്ടാക്കുന്ന ആൾക്കാരാണ്. ശരിക്കും അർഹതപ്പെട്ട അച്ഛനമ്മമാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഒരു മുന്നറിയിപ്പില്ലാതെ വെള്ളം പെട്ടെന്ന്, അപ്പോൾ അവരോട് ഞാൻ സംസാരിച്ചു, ഇത് അഗതി മന്ദിരമല്ല, ഇത്രയും പേരുണ്ടല്ലോ, അവരെ കുടിവെള്ളം എന്ത് ചെയ്യും? ഞങ്ങൾക്ക് അലക്കാനും കുളിക്കാനൊക്കെ വെള്ളമുണ്ട്, പക്ഷേ കുടിവെള്ളത്തിൻ്റെ ഒരു കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ 11 മണി മുതൽ ഈ സമയം വരെ വെള്ളമില്ല. ഞങ്ങൾ പുറത്തുനിന്ന് കളക്ട് ചെയ്തിട്ടാണ് അവർക്ക് കുടിക്കാനൊക്കെ കൊടുക്കുന്നത്. പ്രതിഫലം പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന സേവനങ്ങളാണ് സഭയുടെ മുഖമുദ്ര എന്നും സഭാമക്കളുടെ കുലീനത്വമാണ് അതിന് പിന്നിലെന്നും സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഇരിങ്ങാലക്കുട രൂപത ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാരമ്പര്യമായി ലഭിച്ച ആ കുലീനത്വം ശക്തിപ്പെടുത്താൻ കുടുംബങ്ങളെ ശക്തിപ്പെടുത്തണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. കുടുംബങ്ങൾ ഇന്ന് വിവിധ തലങ്ങളിൽ വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിടുന്നുണ്ട്. അജപാലന ദൌത്യത്തിന്റെ മുഖ്യ ശ്രദ്ധ ഇനിയുള്ള കാലത്ത് കുടുംബങ്ങളിൽ കേന്ദ്രീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സമ്മേളനത്തിൽ രൂപതാ മെത്രാൻ മാർ പോളി കണ്ണുകാടൻ അധ്യക്ഷനായി. വയനാട്ടിലെ ഭവന നിർമ്മാണ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി രൂപതയിൽ നിന്ന് 1,20,00,000 രൂപ KCBC
പ്രതിനിധി ഫാദർ ജേക്കബ് മാവുങ്കലിന് കൈമാറി. രൂപതയുടെ 2023 വർഷത്തെ കേരള സഭാ താരം അവാർഡ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് മുൻ MD VJ കുര്യന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ സമ്മാനിച്ചു. ഹൊസൂർ രൂപത ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ പൊഴോലിപ്പറമ്പിൽ, ബെന്നി ബെഹനാൻ MP, സനീഷ് കുമാർ ജോസഫ് MLA, ഫാദർ ആന്റണി മുക്കാട്ടുകരക്കാരൻ, സുപ്പീരിയർ സിസ്റ്റർ ലുസീന, പാസ്റ്ററൽ കൌൺസിൽ സെക്രട്ടറി ഡേവിസ് ഊക്കൻ, വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ ജോസ് മാളിയേക്കൽ, മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ, മോൺസിഞ്ഞോർ ജോളി വടക്കൻ തുടങ്ങിയവർ സംസാരിച്ചു. ചേലക്കര എളനാട് കള്ളുഷാപ്പിൽ പരിശോധനയ്ക്കെത്തിയ പഴയന്നൂർ എക്സൈസ് ഓഫീസിലെ ഉദ്യോഗസ്ഥരെ മർദ്ദിച്ച യുവാക്കൾ അറസ്റ്റിൽ. എളനാട് വെട്ടുകാട്ടിൽ അജ്മൽ, പാടത്തുവീട്ടിൽ തൌഫീഖ് എന്നിവരാണ് അറസ്റ്റിലായത്. തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. പ്രതികളെ എക്സൈസ് പഴയന്നൂർ പോലീസിന് കൈമാറുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കടവല്ലൂർ പഞ്ചായത്ത് മൈതാനം കുട്ടികളടക്കമുള്ള കളിക്കാർക്ക് ഭീഷണിയായി മാറുന്നു. സിൽവർ ലൈൻ പദ്ധതിക്കു വേണ്ടി കൊണ്ടുവന്ന് തള്ളിയ 100 കണക്കിന് കോൺക്രീറ്റ് കുറ്റികളാണ് മൈതാനത്തിൽ ഭീഷണിയായി മാറുന്നത്. മഴക്കാലമായതോടെ ഈ ഭാഗം പാഴ്ചെടികൾ നിറഞ്ഞ് പൂർണ്ണമായി ഉപയോഗശൂന്യമായി മാറിയിരിക്കുകയാണ്. ഇഴജന്തുക്കളുടെ ശല്യം രൂക്ഷമായിട്ടുണ്ട്. മൈതാനത്തെ ലോങ് ജംപ് പിറ്റിലേക്ക് ഓടിവരാനുള്ള ഭാഗത്ത് പഞ്ചായത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ബാക്കിയായ മണ്ണുകൾ നിക്ഷേപിച്ചത് കാരണം കുട്ടികൾ പരിശീലനം നിർത്തിയിരിക്കുകയാണ്. കലക്ടറുടെ നിർദ്ദേശപ്രകാരം കൊണ്ടുവന്ന കേരയിൽ കുറ്റികൾ നീക്കം ചെയ്യേണ്ടതും ജില്ലാ ഭരണകൂടമാണെന്ന് പഞ്ചായത്ത് അധികൃതർ പറയുന്നു. ഇതിനായി ഒട്ടേറെ തവണ അപേക്ഷ നൽകി. മണ്ണു കാരണം മഴവെള്ളം ഒലിച്ചു പോകാതെ മൈതാനത്ത് തന്നെ കെട്ടിനിൽക്കുകയാണ്. കടവല്ലൂർ പഞ്ചായത്തിലുള്ള ഒരേയൊരു പൊതു മൈതാനമാണ് ഇത്. പഞ്ചായത്തിൽ ഒരു കളിക്കളം എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇൻഡോർ സ്റ്റേഡിയമാക്കാൻ കായിക വകുപ്പിന്റെ അനുമതി ലഭിച്ചിട്ടുണ്ടെങ്കിലും തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. കുന്നംകുളം നഗരസഭയിലെ തകർന്നു കിടക്കുന്ന റോഡുകൾ സഞ്ചാരയോഗ്യമാക്കാൻ നടപടി സ്വീകരിക്കാത്തതിലും ആശ്രയ അതിദരിദ്രരുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിലും പ്രതിഷേധിച്ച് BJP കൌൺസിലർമാർ കൌൺസിൽ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. സ്വകാര്യ ബസ്സുകളുടെ ക്രമവിരുദ്ധമായ സർവീസാണ് നഗരത്തിലെ ഗതാഗത കുരുക്കിന് പ്രധാന കാരണമെന്ന് നഗരസഭാ കൌൺസിൽ യോഗത്തിൽ രൂക്ഷ വിമർശനം ഉയർന്നു. ചില സ്വകാര്യ ബസ് സംഘടനകളാണ് നഗരത്തിലെ ഗതാഗതം നിയന്ത്രിക്കുന്നതെന്ന് കൌൺസിലർമാർ കുറ്റപ്പെടുത്തി. ചില സ്വകാര്യ ബസ് ഉടമ സംഘത്തിന് വേണ്ടി ചെയർപേഴ്സൺ കീഴടങ്ങുന്നതായി ചില കൌൺസിലർമാർ കുറ്റപ്പെടുത്തി. പുതിയ ബസ് സ്റ്റാൻഡിലെ 23 വൈദ്യുതി തൂണുകളിൽ പരസ്യ ബോർഡുകൾ സ്ഥാപിക്കുന്നതിന് കൊട്ടേഷൻ നൽകിയതിൽ അഴിമതിയുണ്ടെന്ന് കോൺഗ്രസ് ആരോപിച്ചു. വൈസ് ചെയർപേഴ്സൺ സൌമ്യ അനിലൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PM സുരേഷ്, T സോമശേഖരൻ, പ്രിയ സജീഷ്, കൌൺസിലർമാരായ KK മുരളി, ഗീത ശശി തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. രജിസ്ട്രേഷൻ വകുപ്പിലെ സേവനങ്ങൾ ജനകീയ വികാരങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നതാക്കി മാറ്റിയെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. മാള സബ് രജിസ്ട്രാർ ഓഫീസിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി ജോസഫ്, മാള പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, പുത്തഞ്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി, മാള പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രവീന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗൂഗിൾനാഥ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PA ഗീത തുടങ്ങിയവർ സംസാരിച്ചു. 3558 ചതുരശ്ര അടി വിസ്തീർണത്തിൽ 2 നിലകളിലായി പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച കെട്ടിടത്തിന് 110.8 ലക്ഷം രൂപ വകയിരുത്തിയാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നടപടിക്കെതിരെ തദ്ദേശ അദാലത്തിൽ തീരുമാനം. അയ്യങ്കാളി സ്മാരക പട്ടികജാതി വനിതാ വിപണന കേന്ദ്രത്തിലെ വാടകക്കാരെ പുറത്താക്കിയ വിഷയത്തിലാണ് തദ്ദേശ അദാലത്തിൽ വാടകക്കാർക്ക് അനുകൂല തീരുമാനം വന്നത്. നിഷ സുരേഷ്, VS ബിന്ദു എന്നിവർ അദാലത്തിൽ പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് അദാലത്ത് കടമുറികളുടെ കരാർ പുതുക്കി നൽകാൻ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർക്ക് നിർദ്ദേശം നൽകിയത്. മൂന്നാമത്തെ മുറി വാടകയ്ക്കെടുത്ത ആൾ ഹാജരാകാത്തതിനാൽ പുതുക്കി നൽകാൻ അദാലത്ത് തയ്യാറായില്ല. കഴിഞ്ഞ ജൂൺ 26 ചേർന്ന ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയാണ് വാടകക്കാരെ ഒഴിപ്പിക്കാൻ തീരുമാനമെടുത്തത്. ഭരണസമിതിയിൽ UDF അംഗങ്ങളും CPI അംഗവും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. കോൺഗ്രസും നിരവധി ദളിത് സംഘടനകളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമരരംഗത്തെത്തി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നീതി നിഷേധത്തിനെതിരെ മുന്നോട്ടു പോകുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം OJ ഷാജൻ പറഞ്ഞു.
ജൂൺ 26-നാണ് ബ്ലോക്ക് ഭരണസമിതി യോഗം ചേർന്ന് അയ്യങ്കാളി സ്മാരക വനിതാ വിപണന കേന്ദ്രത്തിലെ 3 കടമുറികളെ ഒഴിപ്പിച്ചെടുക്കാൻ തീരുമാനമെടുത്തത്. ആ തീരുമാനമെടുക്കുമ്പോൾ സ്വാഭാവികമായ നീതി നിഷേധം, മനുഷ്യത്വരഹിതമായ നടപടി, നിയമവിരുദ്ധമായ നടപടി എന്ന് കണക്കിലെടുത്തുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയിലെ 4 അംഗങ്ങളും വിയോജനക്കുറിപ്പ് നൽകുകയും തുടർന്ന് പ്രതിഷേധ സമരം സംഘടിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ തദ്ദേശ അദാലത്തിൽ നിന്ന് ബ്ലോക്ക് പഞ്ചായത്തിന് കൃത്യമായ തിരിച്ചടി നൽകിക്കൊണ്ട് ആ കടമുറികൾ അവർക്ക് തന്നെ തിരികെ ഏൽപ്പിക്കാൻ തീരുമാനമുണ്ടായത്. വൈദ്യുത ലൈനിന് മുകളിലേക്ക് ചാഞ്ഞു നിന്നിരുന്ന കുന്നംകുളം നഗരസഭ കോമ്പൗണ്ടിലെ മരം മുറിച്ചുമാറ്റി. ഏതു നിമിഷവും കടപുഴകി വീഴാറായ മരം അപകട ഭീഷണിയായ സാഹചര്യത്തിലാണ് മുറിച്ചു മാറ്റുവാൻ നഗരസഭ ആരോഗ്യ വിഭാഗവും കെഎസ്ഇബി അധികൃതരും രംഗത്തെത്തിയത്. മുറിക്കുന്നതിനിടെ വൈദ്യുതി ലൈനിന് മുകളിലേക്ക് വീണ മരം ക്രെയിൻ ഉപയോഗിച്ച് മാറ്റി. എടക്കഴിയൂർ പഞ്ചവടി ബീച്ചിൽ തട്ടുകടയിൽ നിന്നും 25,000 രൂപയോളം വില വരുന്ന ഇൻവെർട്ടർ ബാറ്ററി മോഷ്ടിച്ച യുവാക്കൾ പോലീസിന്റെ പിടിയിലായി. പഞ്ചവടി സ്വദേശികളായ നാലകത്ത് തിരുത്തിക്കാട്ടിൽ വീട്ടിൽ റിയാസ്, കിഴക്കത്തറ വീട്ടിൽ എ അബ്ദുൾ റഷീദ് എന്നിവരെയാണ് ചാവക്കാട് പോലീസ് ഇൻസ്പെക്ടർ വി വിമലിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. പഞ്ചവടി ബീച്ചിൽ ചാക്കോലയിൽ സീനത്ത് നടത്തുന്ന ബിസ്മി തട്ടുകടയിലെ ഇൻവെർട്ടറിന്റെ ബാറ്ററിയാണ് പ്രതികൾ മോഷ്ടിച്ചത്. സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്നായി പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പോലീസ് സബ് ഇൻസ്പെക്ടർമാരായ യു ശ്രീജി, ലത്തീഫ്, സിവിൽ പോലീസ് ഓഫീസർമാരായ അൻവർ സാദത്ത്, ഹംദ്, സന്ദീപ്, മെൽവിൻ, പ്രദീപ്, വിനോദ് തുടങ്ങിയവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ ട്രക്ക് ഡ്രൈവർ അർജുൻ ജീവിതത്തിലേക്ക് മടങ്ങി വന്നാൽ കൊടുക്കാനായി അപൂർവമായൊരു സമ്മാനമുണ്ടാക്കി കാത്തിരിക്കുകയാണ് കൊടകര മനക്കുളങ്ങര സ്വദേശി ആദിത്യൻ എന്ന കലാകാരൻ. അർജുൻ ഓടിച്ചിരുന്ന ട്രക്കിന്റെ മിനിയേച്ചർ രൂപമാണ് ആദിത്യൻ നിർമ്മിച്ചിരിക്കുന്നത്. അർജുനായുള്ള തിരച്ചിൽ നടന്ന നാളുകളിൽ കൊടകരയിലെ വീട്ടിലിരുന്ന് അർജുന്റെ ട്രക്കിനെ പുനരാവിഷ്കരിക്കുന്ന തിരക്കിലായിരുന്നു ഈ കൊച്ചു കലാകാരൻ. നേരിൽ കണ്ടിട്ടില്ലാത്ത ട്രക്കിനെ പത്രതാളുകളിലെ ചിത്രത്തിൽ നോക്കിയാണ് ആദിത്യൻ രൂപം നൽകിയത്. 1 മാസമെടുത്താണ് ട്രക്കിന്റെ മിനിയേച്ചർ പതിപ്പ് ആദിത്യൻ സൃഷ്ടിച്ചത്. 10,000-ഓളം രൂപ ഇതിനായി ചെലവഴിച്ചു. അർജുൻ ജീവനോട് തിരിച്ചു വരണമെങ്കിൽ ആ വണ്ടി സമ്മാനിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ വണ്ടി ചെയ്തത്. ആ വണ്ടിയുടെ വർക്ക് കംപ്ലീറ്റ് ആയപ്പോൾ 1 മാസത്തോളം എടുത്തു. സീറ്റുകളടക്കമുള്ള സംവിധാനങ്ങളോട് കൂടിയ ലോറിയുടെ ക്യാബിന്റെ ഇരുവശത്തും തുറക്കാനും അടയ്ക്കാനും കഴിയുന്ന തരത്തിലുള്ള ഡോറുകളുമുണ്ട്. മനക്കുളങ്ങര കൃഷ്ണവിലാസം സ്കൂളിൽ പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ ശില്പനിർമ്മാണത്തിലും ചിത്രം വരയിലും കഴിവ് പ്രകടിപ്പിക്കാൻ തുടങ്ങിയ ആദിത്യൻ 8ാം ക്ലാസ്സിലെത്തിയപ്പോഴാണ് വാഹനങ്ങളുടെ മിനിയേച്ചർ രൂപങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങുന്നത്. നിരവധി വാഹനങ്ങളുടെ മിനിയേച്ചർ പതിപ്പുകൾ ആദിത്യന്റെ കരവിരുതിൽ രൂപം കൊണ്ടിട്ടുണ്ട്. DGP ആയിരുന്ന ലോകനാഥ് ബെഹ്റ സർവീസിൽ നിന്ന് വിരമിച്ചപ്പോൾ അദ്ദേഹത്തിന് സമ്മാനിക്കാനായി ആദിത്യൻ നിർമ്മിച്ച പോലീസ് ജീപ്പിന്റെ മിനിയേച്ചർ രൂപം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ആദിത്യന്റെ അസാധാരണമായ കരവിരുതി ശ്രദ്ധയിൽപ്പെട്ട സംസ്ഥാന കരകൗശല കോർപ്പറേഷൻ ചെയർമാൻ ആദിത്യന്റെ വീട്ടിലെത്തി അഭിനന്ദിച്ചിരുന്നു. മനക്കുളങ്ങര കൃഷ്ണവിലാസം സ്കൂളിൽ ജൂബിലി ആഘോഷിച്ചപ്പോൾ സ്കൂൾ ബസിന്റെ മിനിയേച്ചർ പതിപ്പുണ്ടാക്കി ആദിത്യൻ മാതൃവിദ്യാലയത്തിന് സമ്മാനിച്ചു. വാഹന നിർമ്മാതാക്കളായ ടാറ്റ കമ്പനി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ അഭിനന്ദനം അറിയിക്കുകയും തങ്ങളുടെ പുതിയ ആംബുലൻസ് വാഹനത്തിന്റെ ലോഞ്ചിങ്ങുമായി ബന്ധപ്പെട്ട് ആംബുലൻസിന്റെ 2 മിനിയേച്ചർ രൂപങ്ങൾ നിർമ്മിച്ചു നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. വിദ്യാലയത്തിലെ പ്രധാന അധ്യാപിക സീമ ടീച്ചറും ഓഫീസ് സ്റ്റാഫായ ഞാനും ചേർന്ന് ആ മിനിയേച്ചറിൻ്റെ ഒരു വീഡിയോ എടുക്കുകയും ഫേസ്ബുക്കിലും വിദ്യാലയത്തിൻ്റെ വോയിസ് ഗ്രൂപ്പിലും നമ്മളത് പോസ്റ്റ് ചെയ്തിരുന്നു. അത് കണ്ട് ടാറ്റയുടെ ജനറൽ മാനേജർ ഇത് കണ്ടിരുന്നു. അതിനുശേഷം ടാറ്റ കമ്പനിയിൽ നിന്ന് ആദിത്യനെ നേരിട്ട് വിളിച്ച് അവരുടെ പുതിയ വാഹനത്തിൻ്റെ മിനിയേച്ചർ മാതൃകകൾ നിർമ്മിക്കാനുള്ള ഓർഡർ നൽകുകയും ആദിത്യൻ നിർമ്മിച്ച് നൽകുകയും ചെയ്തു. മനക്കുളങ്ങര പോത്തിക്കര സബീഷ് സബിത ദമ്പതികളുടെ മൂത്ത മകനാണ് ആദിത്യൻ. മാതാപിതാക്കളും മനക്കുളങ്ങര സ്കൂളിലെ പ്രധാനാധ്യാപിക PS സീമ, അനധ്യാപകൻ K സനൽ, കൊടകര ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലെ അധ്യാപിക PP സന്ധ്യ എന്നിവരുമാണ് തനിക്ക് കലാരൂപങ്ങൾ ഒരുക്കുന്നതിൽ പ്രചോദനവും പ്രോത്സാഹനവും നൽകുന്നതെന്ന് ആദിത്യൻ പറഞ്ഞു. TCV ന്യൂസ്, കൊടകര. ഇന്ത്യൻ കോഫി ഹൌസ് എംപ്ലോയീസ് യൂണിയൻ ഗുരുവായൂരിൽ സത്യഗ്രഹ സമരം നടത്തി. അവകാശങ്ങൾക്ക് വേണ്ടി സമരം നടത്തിയ തൊഴിലാളികളെ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് സത്യഗ്രഹം നടത്തിയത്. കിഴക്കേ നടയിൽ നടന്ന സത്യഗ്രഹ സമരം CITU ചാവക്കാട് ഏരിയ സെക്രട്ടറി AS മനോജ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് R മനോജ് അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി P പ്രകാശ്, സംസ്ഥാന കമ്മിറ്റി അംഗം K പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. അന്തിക്കാട് വാമനമൂർത്തി ക്ഷേത്രം റോഡ് കുഴിയും ചെളിയും നിറഞ്ഞ് ശോചനീയാവസ്ഥയിലായി.
കല്ലിട വഴിയിലേക്ക് പോകുന്ന ലിങ്ക് റോഡ് കൂടിയാണിത്. പടിഞ്ഞാറ് ഭാഗത്തു നിന്നും 100 മീറ്ററോളം ദൂരത്തിൽ ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷം രൂപയോളം ചെലവഴിച്ച് റോഡ് ഉയർത്തി ടൈലിട്ട് സഞ്ചാരയോഗ്യമാക്കിയിരുന്നുവെങ്കിലും തുടർന്നുള്ള 220 മീറ്റർ ദൂരത്തിലുള്ള റോഡ് ചെളിയും വെള്ളവും നിറഞ്ഞു കിടക്കുകയാണ്. നിരവധി കാൽനട യാത്രക്കാരും വാഹനങ്ങളും കടന്നുപോകുന്ന റോഡാണിത്. ക്ഷേത്രത്തിലേക്കും സമീപത്തെ ലക്ഷം വീടുകളിലേക്കും അന്തിക്കാട് പഞ്ചായത്ത് ഗ്രൌണ്ടിലേക്കും ഈ റോഡിലൂടെയാണ് പോകുന്നത്. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ അടിയന്തര നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. അതേസമയം റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ ആവശ്യമായ നടപടികൾ എടുക്കുമെന്ന് CC മുകുന്ദൻ MLA അറിയിച്ചു. ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള നമ്മുടെ വളരെ ചരിത്ര പ്രാധാന്യമുള്ളൊരു റോഡാണ് ഇത്. നാട്ടുകാർ ഒരുപാട് ആളുകൾ 5-ാം വാർഡിലെ 6-ാം വാർഡിലെ ആളുകൾ കോൾ കർഷകരും കൃഷിക്കാരൊക്കെ ഒരുപാട് സഞ്ചരിക്കുന്ന റോഡാണ് ഇത്. വളരെ ശോച്യാവസ്ഥയിലാണ്, ആൾക്കാർക്ക് പോകാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു ഫണ്ട് ഉപയോഗിച്ചിട്ട് കുറച്ച് ടൈലിട്ടിട്ടുണ്ട്. ബാക്കി ചെയ്യാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട മൂന്നാറിനോട് ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട്. MLA അദ്ദേഹം ഇടപെടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഒരു നടപടിയാക്കണം. ആൾക്കാർക്ക് ക്ഷേത്രത്തിലോട്ടൊക്കെ ഒന്ന് വരാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അടിയന്തര പ്രാധാന്യമുള്ളൊരു വിഷയമായിട്ട് ഇതിനെടുത്തിട്ട് ഈ റോഡിൻ്റെ ഈ പണി തുടങ്ങുന്നതിന് മുമ്പ് പിന്നെ രണ്ട് കോളനിയിലേക്ക് പോണ ഒരു പ്രധാന റോഡാണ്. അപ്പോൾ അടിയന്തരമായിട്ട് നമ്മുടെ ജനപ്രതിനിധികളിൽ ഇടപെട്ട് റോഡ് ഗതാഗതം ഒന്ന് ഭംഗിയാക്കി തരണം എന്നാണ്. ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ചേലക്കര പഞ്ചായത്തിന്റെ അനാസ്ഥയ്ക്കെതിരെ പഞ്ചായത്ത് ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി. DCC ജനറൽ സെക്രട്ടറി E. വേണുഗോപാല മേനോൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. OBC കോൺഗ്രസ് ജില്ലാ ചെയർമാൻ T. ഗോപാലകൃഷ്ണൻ, ചേലക്കര കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിനോദ് പന്തലാടി, DCC സെക്രട്ടറി T. A. രാധാകൃഷ്ണൻ, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ KP ഷാജി, സന്തോഷ് ചെറിയാൻ, A. അസനാർ തുടങ്ങിയ നേതാക്കൾ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. കെട്ടിട നിർമ്മാണ മേഖലയിൽ മാത്രമല്ല പാടത്തിറങ്ങി ഞാറ് നടാനും തങ്ങൾക്ക് കഴിയുമെന്ന് തെളിയിക്കുകയാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾ. പുത്തൂർ കൃഷിഭവന്റെ പരിധിയിൽ വരുന്ന മൈമ്പിള്ളി പാടശേഖരത്തിലാണ് 53 അംഗ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഞാറുനടീലിന് എത്തിയത്. 15 ഏക്കർ വരുന്ന പാടത്ത് പൊന്മണി ഇനം വിത്താണ് കൃഷി ചെയ്യുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികളാണ് മുട്ടപ്പം ചെളിയിലിറങ്ങി ഞാറു നടുന്നത്. യന്ത്രസഹായത്താൽ ഞാറ് നടാൻ ഏക്കർ ഒന്നിന് 5500 രൂപ ഈടാക്കുമ്പോൾ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഏക്കർ ഒന്നിന് 4500 രൂപയാണ് കൂലിയായി വാങ്ങുന്നത്. മാത്രമല്ല യന്ത്രസഹായത്താൽ 3 ദിവസമെടുക്കുന്ന നടിയിൽ ഇവർ 1 ദിവസം കൊണ്ട് തീർക്കുമെന്നത് കർഷകർക്ക് ഏറെ സമയലാഭവും കിട്ടുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികളെ ഉപയോഗിച്ചാൽ കൃത്യമായി ഞാറ് നടാൻ കഴിയുന്നതായും കർഷകർ പറഞ്ഞു. സാധാരണ നമ്മൾ മെഷീൻ നാടാണ് പതിവ്. അപ്പൊ ഇത്തവണ തൊഴിലാളികളെ കിട്ടിയതുകൊണ്ട് അപ്പൊ ഇവർ അതേസമയം അതിനേക്കാൾ കുറച്ച് ഇപ്പൊ ഇന്ന് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പാടശേഖരം ഒറ്റ ദിവസം കൊണ്ട് നടിയിൽ കഴിയും. 53 പേരാണ് തൊഴിലാളികൾ. അവര് 2 വണ്ടിയിൽ രാവിലെ 6 മണിക്ക് കണ്ടത്തിലിറങ്ങി. അപ്പൊ ഇത് കഴിഞ്ഞാൽ അവർക്ക് പോവാം. നമ്മളെ ഏരിയ വൈസാണ് അവർക്ക് പൈസ കൊടുക്കുന്നത്. നാട്ടിൽ തൊഴിലാളികളെ കിട്ടാത്തതും കൂലി കൂടുതൽ ചോദിക്കുന്നതുമാണ് ഇതര സംസ്ഥാനക്കാരെ ആശ്രയിക്കാൻ കാരണമാവുന്നത്. രാവിലെ 6 മണിക്ക് പാടത്തെത്തുന്ന സംഘം എത്രയും വേഗം പണികൾ പൂർത്തിയാക്കി അടുത്ത സ്ഥലത്തേക്ക് തിരിക്കും. പരമ്പരാഗതമായ ഞാറുനടിയിൽ പാട്ടുകളില്ലെങ്കിലും കൃത്യമായ അളവിലും വൃത്തിയിലും ഞാറ് നടാൻ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് കഴിയുന്നുണ്ട്. പാടശേഖര സമിതി പ്രസിഡന്റ് സുരേഷ്, സെക്രട്ടറി രാമൻകുട്ടി, മറ്റംഗങ്ങളും ഞാറുനടീലിന് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് TCV. കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ചേലക്കര നിയോജക മണ്ഡലം ഓണം ഫെയറിന് തുടക്കമായി. MP K. രാധാകൃഷ്ണൻ ഓണം ഫെയറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. ചേലക്കര പഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ ആദ്യ വിൽപ്പന നിർവഹിച്ചു. സപ്ലൈകോ താലൂക്ക് ഡിപ്പോ മാനേജർ PP പ്രദീപൻ, താലൂക്ക് സപ്ലൈ ഓഫീസർ KP ഷഫീർ, ജോൺ ആടുപാറ, ഷാജി ആനിത്തോട്ടം, PA റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. മുറ്റിച്ചൂർ അയ്യപ്പങ്കാവ് ക്ഷേത്രത്തിന് സമീപം കൃഷ്ണ കുടുംബശ്രീയുടെ കീഴിൽ നടത്തിയ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PS സുജിത്ത് അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അബ്ദുൽ ജലീൽ, വാർഡ് മെമ്പർ സരിത സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു.
ലഹരിക്ക് അടിമപ്പെട്ട കുട്ടികൾക്കായി നടത്തുന്ന ചിറ്റിശ്ശേരിയിലെ ഓറ റിഹാബിലിറ്റേഷൻ സെന്ററിന്റെ പുതിയ കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ 11-ന് തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാറ്റോണി നീലങ്കാവിൽ തറക്കല്ലിടൽ കർമ്മം നിർവഹിക്കും. കോൺഗ്രിഗേഷൻ ഓഫ് ദി സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റിയുടെ സാമൂഹ്യ പ്രവർത്തന വിഭാഗമായ ഓറ 1.5 പതിറ്റാണ്ടായി ഈ രംഗത്ത് പ്രവർത്തിച്ചു വരികയാണ്. സമൂഹമാധ്യമങ്ങളിലും ലഹരിക്കും അടിമപ്പെട്ട കുട്ടികളെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരികയെന്ന ലക്ഷ്യമാണ് ഓറയുടേതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഡയറക്ടർ സിസ്റ്റർ ജിസ് തെരേസ്, സിസ്റ്റർ ഫിൽന, മാർസൻ ചെറിയാൻ, ജോൺ പുലോക്കാരൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സപ്ലൈകോ പുതുക്കാട് നിയോജക മണ്ഡലം ഓണം ഫെയർ കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അൽജോ പുളിക്കൻ തുടങ്ങിയവർ സംസാരിച്ചു. ആലുവ പുറയാർ സ്വദേശിനി സുശീലാദേവിയുടെ മരണത്തിന് ഉത്തരവാദികളായ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുടയിലെ തൃശൂർ റൂറൽ SP ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ചാലക്കുടി സെന്റ് ജെയിംസ് ഹോസ്പിറ്റലിന്റെ ചികിത്സാ പിഴവിനെ തുടർന്ന് അതീവ ഗുരുതരാവസ്ഥയിലായ സുശീലാദേവി കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. സുശീലാദേവി ആക്ഷൻ കൌൺസിലിന്റെയും വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് ജില്ലാ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ നടന്ന മാർച്ച് ആക്ഷൻ കൌൺസിൽ ജനറൽ സെക്രട്ടറി KH സദക്കത്ത് ഉദ്ഘാടനം ചെയ്തു. ആക്ഷൻ കൌൺസിൽ അംഗം ശശി ആര്യാടൻ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് നടന്ന യോഗത്തിൽ വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് VB സമീറ, ആക്ഷൻ കൌൺസിൽ ചെയർമാൻ നസറുദ്ദീൻ, KDP സംസ്ഥാന ജനറൽ സെക്രട്ടറി KC കാർത്തികേയൻ, വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് സംസ്ഥാന കമ്മിറ്റി അംഗം സരസ്വതി വലപ്പാട് തുടങ്ങിയവർ സംസാരിച്ചു. അടാട്ട് അമ്പലങ്കാവ് ക്ഷേത്രത്തിന് സമീപമുള്ള കോൾപ്പടവിൽ മാലിന്യം നിക്ഷേപിച്ചതായി പരാതി. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് വാഹനത്തിൽ വൻതോതിൽ മാലിന്യം കൊണ്ടുവന്ന് നിക്ഷേപിച്ചത്. പാടശേഖരത്തിൽ വെള്ളം വറ്റിച്ച് കൃഷിയിറക്കാനിരിക്കെയാണ് പാടത്ത് മാലിന്യം തള്ളിയിരിക്കുന്നത്. മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പുരോഗമന കലാസാഹിത്യ സംഘം മാള മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവമത സമ്മേളനം 100ാം വാർഷികം കാലിക പ്രസക്തി എന്ന വിഷയത്തിൽ പ്രഭാഷണം സംഘടിപ്പിച്ചു. ഡോക്ടർ സുനിൽ P. ഇളയിടം ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ TK സന്തോഷ് അധ്യക്ഷനായി. ഷൌക്കത്ത് പ്രഭാഷണം നടത്തി. M. രാജേഷ്, MC പോൾ, ഷിബ ഗിരീശൻ, രമ രാഘവൻ, VV ജയരാമൻ, PK കിട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ക്ഷേത്ര പുരാതന നായർ കൂട്ടായ്മ ചിങ്ങ മഹോത്സവ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തിരുവോണ കൂട്ടായ്മ സംഘടിപ്പിച്ചു. രുക്മിണി റീജൻസിൽ നടന്ന കൂട്ടായ്മ ഗുരുവായൂർ ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ പ്രസിഡന്റ് KT ശിവരാമൻ നായർ അധ്യക്ഷനായി. വാർഡ് കൌൺസിലർ ശോഭ ഹരിനാരായണൻ മുഖ്യാതിഥിയായിരുന്നു. കൂട്ടായ്മ സെക്രട്ടറി അനിൽ കല്ലാറ്റ്, കോർഡിനേറ്റർ രവി ചങ്കത്ത്, ശ്രീധരൻ മാമ്പുഴ, ബാലൻ വാറനാട്ട്, ശശി കേനടത്ത്, ജയറാം ആലയ്ക്കൽ, IP രാമചന്ദ്രൻ, ഡോക്ടർ സോമസുന്ദരൻ തുടങ്ങിയവർ സംസാരിച്ചു. നാട്ടിക നിയോജക മണ്ഡലം തൃശൂർ താലൂക്ക് സപ്ലൈകോ ഓണം ഫെയർ ചേർപ്പ് സപ്ലൈകോ സൂപ്പർമാർക്കറ്റിൽ CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TN ഉണ്ണികൃഷ്ണൻ, വാർഡ് മെമ്പർ സിനി പ്രദീപ്, തൃശൂർ ഡിപ്പോ മാനേജർ BS അനിൽകുമാർ, സപ്ലൈകോ സീനിയർ അസിസ്റ്റന്റ് P. രാജി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ചേറ്റിപ്പുഴയിൽ ലക്കി ബാംബു പൂവിട്ടു. മഞ്ഞങ്കരയിലെ എഴുത്തച്ചമ്പറമ്പിൽ മനോഹരന്റെ വീട്ടിലാണ് ലക്കി ബാംബു പൂവിട്ടിരിക്കുന്നത്. ഭാര്യ ലത വർഷങ്ങൾക്ക് മുമ്പ് പൂച്ചെടികൾക്കൊപ്പം വച്ചുപിടിപ്പിച്ചതാണിത്. വൈകിട്ട് പൂക്കൾ വിരിയാൻ തുടങ്ങും. ചുറ്റിലും ആരെയും ആകർഷിക്കുന്ന ഗന്ധം നിറയും. രാവിലെയോടെ പൂക്കൾ വാടിത്തുടങ്ങും. അപൂർവമായി മാത്രമാണ് ഇവ പൂവിടുന്നത്. കരിക്കാട് നന്മ ചാരിറ്റി ട്രസ്റ്റ് നടത്തിയ അമ്മയ്ക്കൊരു ഓണക്കോടി എന്ന പദ്ധതി ശ്രദ്ധേയമായി. കരിക്കാട് സെന്ററിൽ നടന്ന ഓണക്കോടി വിതരണത്തിന്റെ ഉദ്ഘാടനം സംഘടനാ രക്ഷാധികാരി NK അലി നിർവഹിച്ചു. ചാരിറ്റി പ്രസിഡന്റ് യൂസഫ് ആലുങ്കൽ അധ്യക്ഷത വഹിച്ചു. നന്മ പ്രവർത്തകരായ അഷ്റഫ് മാനങ്കണ്ടത്ത്, ജമാൽ കരിക്കാട്, PS വിജയൻ, സ്റ്റാൻലി സൈമൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. വയനാടിന്റെ പുനരധിവാസത്തിനായി നാഷണൽ സർവീസ് സ്കീം 50,350 രൂപ
മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു. പെരുമ്പിലാവ് മാർ ഒസ്താത്യൂസ് ട്രെയിനിംഗ് കോളേജിലെ NSS വളണ്ടിയർമാർ വിവിധ പ്രവർത്തനങ്ങളിലൂടെ സമാഹരിച്ച തുക MLA AC മൊയ്തീന് കൈമാറി. ചടങ്ങിൽ പ്രിൻസിപ്പൽ ഡോക്ടർ PI വർഗീസ് അധ്യക്ഷത വഹിച്ചു. കടവലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ, ഡോക്ടർ VC ബിനോജ്, NSS പ്രോഗ്രാം ഓഫീസർ TK രാജി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. മൃതദേഹങ്ങളുടെ അവശിഷ്ടം കണ്ടെത്തിയത് എന്ന് നിങ്ങൾ കേട്ടു, വായിച്ചു, TV-കളിൽ കൂടിയൊക്കെ കണ്ടതാണ്. ഇപ്പോഴും എത്രയോ പേരെ കാണാതായിട്ടുണ്ട് എന്നുള്ള കണക്കുണ്ട്. അതിൻ്റെ പുനരധിവാസ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. വീട് വെച്ച് കൊടുക്കണം, അതേ സ്ഥലത്ത് പറ്റില്ല വേറെ സ്ഥലം. വെസ്റ്റ് മങ്ങാട് മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിലെ പെരുന്നാളിന് കൊടിയേറി. വികാരി ഫാദർ സൈമൺ വാഴപ്പള്ളി പെരുന്നാൾ കൊടിയേറ്റം നിർവഹിച്ചു. ഈ മാസം 14, 15 തീയതികളിലാണ് പെരുന്നാൾ. എറവ സെന്റ് തെരേസാസ് അക്കാദമി ICSE സ്കൂൾ കലോത്സവം വർണ്ണാഭമായി. സ്കൂൾ മാനേജർ ഫാദർ റോയ് ജോസഫ് വടക്കൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ സിസ്റ്റർ മാർഗ്രറ്റ് ഫ്രാൻസിസ്, വൈസ് പ്രിൻസിപ്പൽ നീതു ചാക്കോച്ചൻ എന്നിവർ സന്നിഹിതരായിരുന്നു. സിനിമാറ്റിക് ഡാൻസ്, നാടോടി നൃത്തം തുടങ്ങി കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. താന്യം മോഡൽ സീരീസിന്റെ നേതൃത്വത്തിൽ താന്യം വെള്ളിയാഴ്ച ചന്തയിൽ ഓണച്ചന്ത തുടങ്ങി. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. സീരീസ് ചെയർപേഴ്സൺ സുജിത നിരേഷ് അധ്യക്ഷയായി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു. താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ, അന്തിക്കാട് ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് മുഹമ്മദ് അലി, ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീന അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തളിക്കുളം സെന്റർ ഫോർ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി കോളേജിൽ BSc IT വിഭാഗത്തിലെ റാങ്ക് ജേതാക്കൾക്കുള്ള അനുമോദന ചടങ്ങ് നടന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത അധ്യക്ഷയായി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർമാരായ ഡോക്ടർ റിച്ചാർഡ് സ്കറിയ, ഡോക്ടർ K പ്രദീപ് കുമാർ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BSc IT വിഭാഗത്തിൽ റാങ്ക് നേടിയ KS സ്നേഹ, KK ചിൻസലയ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. മണലൂർ പഞ്ചായത്തും ഗവൺമെന്റ് ആയുർവേദ ഹോമിയോപ്പതി ഡിസ്പെൻസറിയും സംയുക്തമായി ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബീന സേവ്യർ അധ്യക്ഷയായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ വിശ്വംഭരൻ, ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K ഷാബു, ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹെജി ജോർജ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിഷ സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പുത്തൻപീടിക സെന്റ് ആന്റണീസ് പള്ളി ഫ്രാൻസിസ്കൻ അന്മായ സഭയുടെ നേതൃത്വത്തിൽ പരിശുദ്ധ മാതാവിന്റെ ജന്മദിനം ആഘോഷിച്ചു. SFO കണ്ടശാങ്കടവ് റീജിയൻ പ്രസിഡന്റ് PD ജോസഫ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് സൈമൺ മന്നളി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഗ്രേസി ബാബു തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി. അരിമ്പൂർ പഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും ചേർന്ന് പുള്ള് വിനോദസഞ്ചാര കേന്ദ്രത്തിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് രോഗി ബന്ധു സംഗമവും ഓണാഘോഷവും സംഘടിപ്പിച്ചു. ആംബുലൻസുകളിലും സ്വകാര്യ വാഹനങ്ങളിലുമായി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാരും നഴ്സുമാരും അരിമ്പൂർ പഞ്ചായത്തിലെ ജനപ്രതിനിധികളും ചേർന്നാണ് രോഗികളെ പുള്ളിലെ സംഗമ വേദിയിലെത്തിച്ചത്. പുള്ള് പാടത്തിന് സമീപം ഒരുക്കിയ പ്രത്യേക വേദിയിൽ നാടൻപാട്ട് കലാകാരന്മാരുടെ കലാപരിപാടികൾ അരങ്ങേറി. കൊട്ടവഞ്ചിയിലും പെഡൽ ബോട്ടിലുമായി ജലസവാരിയും ഒരുക്കിയിരുന്നു. ഒപ്പമുണ്ടായിരുന്ന മാവേലിയും പുലിക്കളി സംഘവും സംഗമത്തിനെത്തിയവരുടെ ആവേശം ഇരട്ടിയാക്കി. ഓണസദ്യയുമുണ്ടായിരുന്നു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CG സജീഷ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ മഞ്ജുഷ വർഗീസ്, ഹെൽത്ത് ഇൻസ്പെക്ടർ സരീഷ് ശങ്കർ, പാലിയേറ്റീവ് നഴ്സ് ബിജി തുടങ്ങിയവർ പങ്കെടുത്തു.
മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മാള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തംകുളത്തി പ്രകടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ആത്തപ്പള്ളി, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് KR പ്രേമ, ജോയ് മണ്ഡകത്ത്, സോയി കോലഞ്ചേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. സർക്കാരിനെതിരെയുള്ള വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പഴയന്നൂരിൽ പന്തംകുളത്തി പ്രകടനം നടത്തി. MP M. ലിജു ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് P. മുകുന്ദൻ അധ്യക്ഷനായി. മുൻ MP രമ്യ ഹരിദാസ്, പഴയന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തിരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി നടത്തിയൊരു നാടകമാണെന്ന കാര്യം തുറന്നിരിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുന്നത്. ഇന്നത്തെ ഈ പ്രതിഷേധ തീർപ്പത്തിന് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. ഇനി വാണിജ്യം. ഓണത്തോടനുബന്ധിച്ച് തൃശൂർ പേരാമംഗലത്ത് പ്രവർത്തിക്കുന്ന പെർഫെക്റ്റ് ഹോമിന്റെ ഫർണിച്ചർ ഷോറൂമിൽ ആരംഭിച്ച ഓണം മെഗാ ഡിസ്കൗണ്ട് സെയിൽ തുടരുന്നു. തൃശൂർ കുന്നംകുളം റോഡിൽ പേരാമംഗലം സെന്ററിൽ ജോയ്സ് റെസിഡൻസി ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന പെർഫെക്റ്റ് ഹോമാണ് ഉപഭോക്താക്കൾക്കായി മെഗാ ഓണം ഡിസ്കൗണ്ട് സെയിൽ ഒരുക്കിയിരിക്കുന്നത്. 4 വർഷം കൊണ്ട് തന്നെ തൃശൂർ ജനതയുടെ വിശ്വസ്തതയാർജിച്ച സ്ഥാപനമാണ് പെർഫെക്റ്റ് ഹോം ഫർണിഷിംഗ് ആൻഡ് ബ്ലൈൻഡ്സ്. ഓഫീസുകളിലേക്കും വീടുകളിലേക്കും ആവശ്യമായ തേക്ക്, അക്വേഷ്യ, മഹാഗണി, റബ്വുഡ് എന്നീ മരങ്ങളിൽ വൈവിധ്യമാർന്ന ഡിസൈനുകളിൽ ചെയ്തിട്ടുള്ള വിവിധ ഇനം ഫർണിച്ചറുകളുടെ വമ്പിച്ച ശേഖരമാണ് ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. ബെഡുകൾക്ക് 5% മുതൽ 45% വരെ സ്പെഷ്യൽ ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ വിവിധ മോഡലുകളിലുള്ള സെറ്റുകൾ, ടീപ്പോയ്, ഡൈനിങ് ടേബിൾ, കസേരകൾ, കട്ടിലുകൾ എന്നിവയും സ്റ്റീൽ അലമാരകൾ, ബെഡുകൾ, ഫൈബർ ചെയർ, ഓഫീസ് ചെയറുകൾ, ഓഫീസ് ടേബിളുകൾ, റബ്ബർ മാറ്റുകൾ, ഫ്ലോർ മാറ്റുകൾ, ഫ്ലവർ വേസുകൾ, ഫോട്ടോസ് എന്നിവയുടെയും ആകർഷകമായ കളക്ഷനുകളും പെർഫെക്റ്റ് ഹോമിന്റെ വിശാലമായ ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട്. ആവശ്യക്കാർക്ക് സാധനങ്ങൾ സൗജന്യമായി വീടുകളിൽ എത്തിച്ചു നൽകും. കൂടാതെ പെർഫെക്റ്റ് ഗ്രൂപ്പിന്റെ സ്വന്തം പ്രോഡക്റ്റായ PVC കർട്ടനും സീബ്ര കർട്ടനും മിതമായ നിരക്കിൽ ആവശ്യക്കാർക്ക് ചെയ്തു കൊടുക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും ഓർഡറുകൾക്കുമായി ബന്ധപ്പെടേണ്ട നമ്പർ 9846415590 8606139616. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6660 രൂപ, പവന് 53,280 രൂപ. വെള്ളി ഗ്രാമിന് 89 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3170 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. മുള്ളൂർക്കരയിൽ ഓടിക്കൊണ്ടിരുന്ന ഗുഡ്സ് ട്രെയിനിന്റെ ബോഗികൾ വേർപെട്ടു. ട്രെയിൻ ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു. കുന്നംകുളം ചൊവ്വന്നൂർ പുതുശ്ശേരിയിൽ വീടും ഓട്ടോറിക്ഷയും 3 അംഗ സംഘം അടിച്ചു തകർത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാൾ കസ്റ്റഡിയിലായതായി സൂചന. എരുമപ്പെട്ടി ചിറ്റണ്ട പൂങ്ങോട് വളവിന് സമീപം നിയന്ത്രണം വിട്ട കാർ തോട്ടിലേക്ക് മറിഞ്ഞു. കാർ യാത്രികർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കൊടുങ്ങല്ലൂർ ആശ്രയം അഗതി മന്ദിരത്തിലെ കുടിവെള്ള കണക്ഷൻ വാട്ടർ അതോറിറ്റി മുന്നറിയിപ്പില്ലാതെ വിച്ഛേദിച്ചു. ബില്ലോ മുൻകൂർ നോട്ടീസോ നൽകാതെയാണ് വാട്ടർ അതോറിറ്റി കണക്ഷൻ വിച്ഛേദിച്ചതെന്ന് ആക്ഷേപം. പ്രതിഫലം പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന സേവനങ്ങളാണ് സഭയുടെ മുഖമുദ്രയെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. കുടുംബങ്ങൾ ഇന്ന് വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിടുന്നതായും മാർ റാഫേൽ തട്ടിൽ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.